ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാസൽഖൈമിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നഖീലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു വില്ലയാണ് ഇത്. വീടും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഹോം ടൂർ വീഡിയോയിലോട്ടൊക്കെ പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗേറ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വില്ലയുടെ ഫ്രണ്ട് ഗേറ്റ്. ഇതിനുള്ളിൽ ഒരുപാട് വില്ലാസ് ഉണ്ട്. ഇങ്ങനെ തുറന്ന് ഒരുപാട് വില്ലകൾ കാണാം. മുറ്റും ഒക്കെ ഒരുപാടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഇങ്ങനെ പോയിട്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ടൊക്കെ ഒരുപാട് റൂമുകളുണ്ട്. ഇതിൽ ഒരു വില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന വില്ല. ഞങ്ങൾ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി പച്ചക്കറി തോട്ടമുണ്ട്. പുറത്തോട്ടൊന്നും പോകാതെ തന്നെ ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇങ്ങനെ പോയിട്ട് ഇതാണ് ഞങ്ങൾ റൂമിലോട്ടുള്ള വഴി. ഞങ്ങൾ ഡോറ് തുറന്ന് നേരെ കാണുന്നത് നല്ല അടിപൊളി പച്ചക്കറി തോട്ടമാണ്. ഞങ്ങളൊരു നെയ്ബർ ഉണ്ടാക്കുന്നതാണിത്. ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ രാവിലെ എണീറ്റ് നേരം വെളുത്ത് ഇങ്ങനെ ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ ഇത് ഈ ഒരു തോട്ടത്തിലോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഡോറ് തുറക്കാം. നേരെ കാണുന്നത് കിച്ചണാണ്. കിച്ചണ് ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം അത്രേ ഉള്ളൂ. നേരെ കിച്ചണിലോട്ട് പോവും. ഇവിടെ വാഷ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കബോർഡും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ തട്ടിക്കൂട്ട് സെറ്റപ്പുകളാണ്. നേരെ നോക്കിയാൽ ഇതുപോലെ ചെറിയ റാക്കുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ പാത്രങ്ങളിലൊക്കെ വെക്കുക. പിന്നെ ഇവിടെ ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ഫാമിലിക്ക് നല്ല അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയ വില്ലയാണിത്. പാത്രങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടി കബോർഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം സ്പേസുള്ള ഒരു കിച്ചണാണിത്. ഇനി ഒരു ബാത്റൂം. ഈ കാണുന്ന നേരെ നോക്കിയാൽ ബാത്റൂമാണുള്ളത്. ഇന്ത്യൻ ക്ലോസറ്റാണ്. നല്ല അത്യാവശ്യം സ്പേസുള്ള ബാത്റൂമാണ്. നല്ല അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മസാലപ്പൊടികളൊക്കെ ചെറിയൊരു സെറ്റപ്പ് ഇത് ഞങ്ങൾ തന്നെ ചെയ്തതാണ്. ഇനി അടുത്തത് കാണുന്ന ഡോറ് ബെഡ്റൂമിലോട്ടാണ്. ഇവിടെ 2 കട്ടിലുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളായിരുന്നു. ഇതിൽ ഒരു ടേബിള്, 2 ബെഡൊക്കെ ഉണ്ട്. പിന്നെ ഒരു വാർഡ്രോബ്. അത്യാവശ്യം വലിപ്പമുള്ള കട്ടിലൊക്കെ തന്നെയാണ്. കുട്ടികൾക്ക് കിടക്കാനൊരു കട്ടിലും ഞങ്ങൾക്ക് കിടക്കാനൊരു കട്ടിലും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കുക. പിന്നെ ഒരു ടേബിളുണ്ട്. ഇതൊക്കെ വെച്ചാലും അത്യാവശ്യം സ്പേസ് ഇനിയും ബാക്കിയാണ് കേട്ടോ. അത്രയും നല്ല സ്പേസ് ഉണ്ട്. റൂം നല്ല സ്പേസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഒന്ന് കളിക്കാനും ഇതിനൊക്കെ സ്പേസ് ഉണ്ട്. ചെറിയൊരു വാർഡ്രോബ് ഉണ്ട്. അത്യാവശ്യം ഞങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. പിന്നെ ചെറിയൊരു ടേബിള്, 2 ചെയറൊക്കെ ഉള്ള ഒരു ടേബിളാണ്. ചെറിയൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. എവിടെ പോയാലും ചെടികൾ എൻ്റെ കൂടെ ഉണ്ടാവും. കിച്ചണിലും വെച്ചിട്ടുണ്ട് ചെടികൾ. മണി പ്ലാന്റ് വേറെ ഒന്നുമില്ല. ഇതാണ് ഞങ്ങളെ കിച്ചണ്. ഇവിടുന്ന് നേരെ നോക്കിയാൽ നേരെ കിച്ചണിൽ നിന്ന് നേരെ ഡോറ് തുറന്നാൽ കാണുന്നത് ഈ പച്ചക്കറി തോട്ടമാണ്. ഞങ്ങളുടെ നെയ്ബർ ഒരു ബംഗ്ലാദേശ് ഫാമിലിയാണ്. അവരുണ്ടാക്കുന്നതാണ്. ഒരുവിധമൊക്കെ ഉണ്ട്. പീച്ചക്ക, വെണ്ടക്ക, പിന്നെ വഴുതനങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ എടുക്കാറുണ്ട്. സാമ്പാർക്കൊക്കെ പച്ചക്കറി എടുക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിട്ടിട്ടോ. രാവിലെ ചായ കുടിക്കലും എല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് ചെയറിട്ടിട്ട് ഇതിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ചായ എന്നൊക്കെ കുടിക്കും. നല്ലൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയും കിട്ടും. നല്ല രസം.
ടൂർ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു, ബൈ ബൈ.